ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശരത്തിൻ്റെ കോളേജിലെ പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടിയിട്ട് സച്ചിയും രേവതിയും കൂടി കോളേജിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹമാണെങ്കിൽ അവർക്ക് മുഖം കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ്. അന്നേരം അവിടുത്തെ ഹെൽപ്പറായ പ്യൂണ് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അയാളോട് എത്ര കേണപേക്ഷിച്ചാലും ശരി അദ്ദേഹം എടുത്ത തീരുമാനം മാറ്റാനൊന്നും പോകുന്നില്ല എന്ന് പറയും. ഇത് കേട്ടപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ മുരടനായിട്ടിരിക്കാൻ പറ്റുമോ എന്ന്. ആ സമയത്താണ് പ്യൂണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സങ്കടകരമായിട്ടുള്ള ആ ഒരു കഥ പറയുന്നത്. പണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. ഞങ്ങളോടൊക്കെ നല്ല രീതിയിൽ ചിരിച്ചും കളിച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ പെരുമാറുമായിരുന്നു. അദ്ദേഹത്തിന് ആകപ്പാടെ ഒരു മകളാണ് ഉണ്ടായിരുന്നത്. അവളെ നന്നായിട്ട് പഠിപ്പിച്ചു. ഒരു പണക്കാരൻ്റെ മോനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. പക്ഷേ എന്ത് കാര്യമുണ്ടായി, അയാളാണെങ്കിൽ ഒരു ഒന്നൊന്നര കുടിയനായിരുന്നു. അവളെ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ സച്ചി ഇടക്ക് കയറി പറയുന്നുണ്ട്, കുടിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ എന്ന്. അന്നേരം പ്യൂണ് തിരുത്തുന്നുണ്ട്, കുടിക്കുന്നത് തെറ്റൊന്നുമല്ലായിരിക്കാം, പക്ഷേ ഇയാൾ എന്നും കുടിച്ചു വന്ന് നമ്മുടെ സാറിൻ്റെ മോളെ ഇങ്ങനെ ഇട്ട് അടിക്കുമായിരുന്നു. ഭയങ്കരമായിട്ട് ആ കുട്ടിയായിട്ട് ഉപദ്രവിക്കും. അവസാനം കല്യാണം കഴിഞ്ഞ് 3 മാസമാകുമ്പോഴേക്കും ആ മോൾക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന് നിൽക്കേണ്ടി വന്നു. സ്വന്തം മകളുടെ ജീവിതം ഇങ്ങനെ തകർന്നു നിൽക്കുന്നത് കാണുമ്പോൾ ഏതച്ഛനാണ് സഹിക്കാൻ പറ്റുക? ആ ഒരു സങ്കടത്തിലും ടെൻഷനിലും സാറിൻ്റെ സ്വഭാവം മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി. പണ്ട് നല്ല മനുഷ്യരായിരുന്ന ആൾ മകളുടെ ഭാവി ആലോചിച്ച് ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് പറയാണ് പ്യൂണ്. ഇത് കേട്ടപ്പോൾ സച്ചി പറയുന്നത്, ഞങ്ങളുടെ പ്രശ്നത്തിനൊരു തീരുമാനമുണ്ടാക്കാൻ വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സങ്കടം കേട്ടിട്ട് എനിക്കാകെ ടെൻഷനായല്ലോ എന്ന് പറയും. അന്നേരം രേവതി സങ്കടപ്പെട്ട് പറയാണ്, പാവം അയാളുടെ മകളുടെ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ടല്ലേ പുള്ളി ഇങ്ങനെയൊക്കെ ആകെ മാറിയിരിക്കുന്നത്. ഈ കള്ളുകൂടി തന്നെയാണ് എല്ലാത്തിനും കാരണമെന്ന് പറയും. അന്നേരം സച്ചി അവളെ കളിയാക്കി ചീത്ത പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നീ ഇത് എൻ്റെ തലയിൽ കൂടി അങ്ങ് കെട്ടിവെച്ചോ എന്ന് പറയും. എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, അതെ ഈ പ്രിൻസിപ്പളിനെ കോളേജിലല്ലാതെ വേറെ എവിടെ വെച്ച് കാണാൻ പറ്റുമെന്ന് ചോദിക്കും. അന്നേരം പ്യൂണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഈ കോളേജ് വിട്ട വീട് വിട്ട കോളേജ് അത്രയേ ഉള്ളൂ. ഒരു ഫംഗ്ഷന് പോലും അയാൾ പോവാറില്ല. രാവിലെ മോള് വന്ന് കാറിൽ ഡ്രോപ്പ് ചെയ്യും. വൈകിട്ട് അദ്ദേഹം നടന്നിട്ടാണ് വീട്ടിലേക്ക് പോവാറുള്ളത്. വൈകിട്ട് നടന്നു പോകുമോ എന്ന് രേവതി അത്ഭുതപ്പെട്ട് ചോദിക്കുമ്പോൾ, വീട് ഇവിടെ നിന്ന് 2 കിലോമീറ്ററിനുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ സാറിനെതൊരു വാക്കിങ്ങും ആവുമല്ലോ എന്ന് കരുതിയിട്ട് നടന്നു തന്നെ പോകുമെന്ന് പ്യൂണ് മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ കോളേജ് കഴിയുമ്പോൾ സാറ് നടന്ന് വീട്ടിലേക്ക് പോകുമല്ലേ എന്ന് സച്ചി ഇങ്ങനെ ആലോചിച്ച് നിന്ന് ചോദിക്കാണ്. രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ, എന്താ ഈ ആലോചിക്കുന്നത് എന്ന് ചോദിക്കും. ശരത്തിനി കോളേജിലേക്ക് വിടാൻ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് എന്ന് പറയാണ് സച്ചി. എന്താണ് എന്ന് രേവതി ചോദിക്കുമ്പോൾ, അതൊക്കെ വഴിയെ പറയാമെന്ന് പറഞ്ഞ് സച്ചി നേരെ പ്യൂണിനോട് സാർ പോകുന്ന വഴിയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തിനു ചോദിച്ചറിയും. എന്നിട്ട് കുറച്ച് കാശും കൂടി പ്യൂണിന് കൊടുത്തു. ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതല്ലേ എന്ന് ചോദിച്ച് അയാൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും സച്ചി നിർബന്ധിച്ചു കൊടുത്തിന് ആ ഒരു കാശങ്ങ് കയ്യിൽ വെച്ച് കൊടുത്തു. രേവതി വീണ്ടും ഐഡിയ എന്താണ് എന്ന് ചോദിച്ചപ്പോഴൊന്നും തന്നെ സച്ചി ഒന്നും തന്നെ പറയുന്നില്ല. പ്യൂണിനെ കണ്ടപ്പോൾ എനിക്കൊരു വഴി തെളിഞ്ഞു കിട്ടിയെന്ന് മാത്രം പറയാണ് സച്ചി. പ്ലാന് മുഴുവനായിട്ട് റെഡിയായി കഴിഞ്ഞാൽ ഞാൻ നിന്നോട് പറയാമെന്നും പറഞ്ഞ് സച്ചി അവളെ ആശ്വസിപ്പിച്ചു. ഇനി നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട രേവതി, അവൻ കോളേജിലേക്ക് പോകും, പരീക്ഷയും എഴുതുമെന്ന് സച്ചി ഉറപ്പ് കൊടുത്തു. പിന്നീട് കാണിക്കുന്നത് സുധിയുടെ ഷോപ്പായിരിക്കും. ബിസിനസ് ഒന്നും ശരിക്കങ്ങ് നടക്കാത്തത് കൊണ്ട് തന്നെ സുധിയാണെങ്കിൽ ആകെ ടെൻഷനിലായിരിക്കും. അന്നേരം തന്നെ കടയിലെ ഒരു സ്റ്റാഫ് വന്ന് പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് സർ, എനിക്ക് അടുത്ത മാസം നാട്ടിലേക്ക് പോകണമെന്ന് പറയും. പോയിക്കോ എന്ന് സുധി പറയുമ്പോൾ, എനിക്ക് അനിയത്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, കുറച്ച് പൈസ അഡ്വാൻസ് തരണമെന്ന് പറഞ്ഞ് അയാൾ പൈസ ചോദിക്കാണ്. എന്ത് അഡ്വാൻസോ? നീ കാണുന്നില്ലേ ഇവിടെ ബിസിനസ് ഒന്നുമില്ല എന്ന്? ഒരാഴ്ചയായിട്ട് കാര്യമായിട്ട് ഒരു പർച്ചേസിംഗ് ഒന്നും പോലും നടന്നിട്ടില്ല, ഞാൻ എങ്ങനെ തരാനായെന്നൊക്കെ ചോദിക്കാണ് സുധി. എന്താ സർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് വേണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചു. നോക്കട്ടെ, കല്യാണം അടുത്ത മാസമല്ലേ എന്ന് പറയാണ് സുധി. അയാളെ അത്രയും പറഞ്ഞ് പയ്യെ അവിടെ നിന്നും ഒഴിവാക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ അഡ്വാൻസ് എങ്ങനെ കൊടുക്കുമെന്ന് ഓർത്തുകൊണ്ട് തന്നെ സുധി ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പഴയ ആ ഒരു ലോട്ടറിക്കാരൻ വരുന്നത്. പണ്ട് ലോട്ടറി അടിച്ചാൽ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു വന്നപ്പോൾ സുധി അവിടെ നിന്നും ഇറക്കിവിട്ട അതേ ആള്. നിങ്ങൾ വീണ്ടും വന്നോ എന്ന് സുധി ചോദിക്കുമ്പോൾ, ഞാൻ ഇനി എന്തിനാ ലോട്ടറി എടുക്കുന്നത്? ഞാൻ ലോട്ടറി അടിച്ച് 15 കോടിയുടെ മുതലാളിയാണ് എന്ന് അയാൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധി ആകെ ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ജോത്സ്യൻ പറഞ്ഞത് താൻ വിശ്വസിച്ചു, അതുകൊണ്ട് ജീവിതത്തിൽ വിജയിച്ചു എന്ന് അയാൾ മറുപടി നൽകി. അന്നേരം സുധി പെട്ടെന്ന് തന്നെ പ്ലേറ്റ് മാറ്റിക്കൊണ്ട് പറയാണ്, ശരിയാണ് സാർ, വാ നമുക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറയും. അന്നേരം അയാൾ കൈമലർത്തി, പിന്നെ ഇതൊരു കടയാണോ? എനിക്ക് നിങ്ങളുടെ സാധനങ്ങളൊന്നും തന്നെ വേണ്ട എന്ന് പറയും. അന്ന് നിങ്ങൾ എന്നെ അപമാനിച്ചു വിട്ടപ്പോൾ മര്യാദക്ക് സംസാരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഒരു 20 ലക്ഷം രൂപയുടെ പർച്ചേസെങ്കിലും ഇവിടെ നിന്ന് ചെയ്തേനെ.
1,00,000 രൂപ ടിപ്പും തന്നേനെ എന്ന് അയാൾ പറയും. സുധി എന്ത് പറഞ്ഞിട്ടും അയാളാണെങ്കിൽ കേൾക്കാനൊന്നും തയ്യാറാവുന്നില്ല. മറ്റൊരു കടക്കാരൻ എന്നെ വിശ്വസിച്ചു, അയാൾക്ക് ഞാൻ കച്ചവടം കൊടുക്കുമെന്നും പറഞ്ഞ് സുധിയെ നല്ലോണം ഉപദേശിച്ചു കൊണ്ടായിരിക്കട്ടോ അയാൾ അവിടെ നിന്നും പോകുന്നത്. സുധിക്കാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. ഇയാളെ ഇവിടെ നിന്നും പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫിനെ വിളിച്ചപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു. എന്താ സുധി, എന്താ പ്രശ്നമെന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ ആ ലോട്ടറിക്കാരൻ കാര്യങ്ങളൊക്കെ ആനന്ദിനോടും പറഞ്ഞു. ഈ കട എത്രയും പെട്ടെന്ന് പൂട്ടിപ്പോകട്ടെ എന്ന് അയാൾ പ്രാഗിക്കൊണ്ടായിരിക്കും പോകുന്നത്. സുധി തൻ്റെ ബിസിനസ് തകർച്ചയെക്കുറിച്ച് ആനന്ദിനോട് സങ്കടം പറയാണ്. എല്ലാവർക്കും നല്ലത് നടക്കുന്നു, എനിക്ക് മാത്രം ഒന്നും നടക്കുന്നില്ല എന്ന് സുധി സങ്കടപ്പെട്ട് പറയുമ്പോൾ ആനന്ദ് സന്തോഷ വാർത്ത പറഞ്ഞു. മുംബൈയിലെ ഒരു വലിയ കമ്പനി സുധിയുടെ ബിസിനസ്സുമായി ലിങ്ക് ചെയ്യാൻ താൻ സംസാരിക്കാമെന്ന് ആനന്ദ് വാക്ക് കൊടുത്തു. അത് കേട്ടപ്പോൾ സുധിക്കാകെ സന്തോഷമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അന്ന് രാത്രി സച്ചി വീട്ടിലേക്ക് വന്നതിന് ശേഷം രേവതിയോട് ടെറസിലേക്ക് വരാൻ പറഞ്ഞു. രേവതി തനിക്ക് പണിയുണ്ട്, ഒരുപാടധികം ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും നിർബന്ധിച്ചു കൊണ്ട് തന്നെ കൊണ്ടുപോവാണ്. എന്നിട്ട് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു മദ്യക്കുപ്പി എടുത്ത് കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ രേവതിക്ക് ശരിക്കും അങ്ങ് കലിപ്പ് കയറി. എന്താ സച്ചിയേട്ടാ ഇത്, ഇത്രയും നാൾ പുറത്തു നിന്നായിരുന്നു, ഇപ്പതാ വീട്ടിലേക്കും വന്ന് തുടങ്ങിയോ? അവൾ ദേഷ്യപ്പെട്ട് ചോദിച്ചു. മനുഷ്യനെ നശിപ്പിക്കുന്ന ഈ കള്ളെന്തിനാ ഇങ്ങനെ കുടിക്കുന്നത് എന്ന് രേവതി ചോദിച്ച് വഴക്ക് കൂടുമ്പോൾ സച്ചി അതിനെ ന്യായീകരിക്കാൻ നോക്കി. ഞാൻ അച്ഛനോട് പറയുമെന്നൊക്കെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ സച്ചി അവളുടെ കൈ പിടിച്ച് നിർത്തിയിട്ട് അങ്ങ് ചിരിക്കാൻ തുടങ്ങി. രേവതി അന്നേരം ആകെ പേടിച്ചു പോയി. പുറത്തുനിന്ന് കുടിച്ചു വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇത് ഞാൻ കുടിക്കാൻ കൊണ്ടുവന്നതൊന്നുമല്ല. പ്യൂണ് പറഞ്ഞ കഥ വെച്ചിട്ട് നമ്മുടെ ശരത്തിനെ കോളേജിൽ കയറ്റാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഐഡിയ തോന്നി. പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ നമ്മളൊരു ഡ്രാമ കളിക്കാൻ പോവുകയാണെന്നൊക്കെ പറയും. നാളെ ഞാൻ കള്ള് കുടിച്ചതുപോലെ വന്ന് നിന്നെ നടു റോട്ടിലിട്ട് തല്ലുന്നതായിട്ട് അഭിനയിക്കും. നീ എന്ത് പറയണമെന്നൊക്കെ ഞാൻ അതുപോലെ പറഞ്ഞു തരാം. രേവതി ഇത് കേട്ടിട്ട് ആകെ ഞെട്ടിപ്പോവാണ്. രേവതിക്ക് പേടിയായി. ശരത്ത് വന്ന് ഇത് കണ്ടാൽ അവൻ സത്യമാണെന്ന് വിചാരിക്കില്ലേ എന്ന് ചോദിക്കാണ് രേവതി. സച്ചി പറയുന്നുണ്ട്, അവൻ അത് സത്യമാണെന്ന് തന്നെ വിചാരിക്കണം. അവൻ്റെ ആ ഒരു നാച്ചുറൽ അഭിനയം തന്നെ അങ്ങ് പുറത്തു വരണം. സ്വന്തം ചേച്ചിയെ ഒരാൾ തല്ലുന്നത് കാണുമ്പോൾ അനിയൻ പ്രതികരിക്കില്ലേ? അത് കാണുമ്പോൾ പ്രിൻസിപ്പളിൻ്റെ മനസ്സൊന്ന് അലിയും. ഇതേ ഉള്ളൂ ഇനി നമ്മളുടെ മുന്നിലൊരു വഴി എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയെ പറഞ്ഞ് സമ്മതിപ്പിക്കും. പറയേണ്ട ഡയലോഗുകളൊക്കെ തന്നെ രേവതിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ പ്ലാൻ ചെയ്ത പ്രകാരം സച്ചി നടു റോട്ടിലിരുന്ന് രേവതിയെ ചീത്ത പറയുകയും അടിക്കാനൊക്കെ ആംഗ്യം കാണിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങി. നാട്ടുകാരെല്ലാവരും ഓടിക്കൂടുമ്പോൾ പ്രിൻസിപ്പാളും അങ്ങോട്ടേക്കെത്തി. അന്നേരം രേവതി കരഞ്ഞുകൊണ്ട് പറയാണ്, സച്ചിയേട്ടാ വീട്ടിലേക്ക് വാ എന്നൊക്കെ പറയും. വീട്ടിലോട്ടോ, നീ ആരാടി അത് പറയാൻ എന്നൊക്കെ പറഞ്ഞ സച്ചി നല്ല ഒന്നാന്തരം കള്ളുകുടിയനായിട്ട് തന്നെ അങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ്. ആ സമയത്ത് തന്നെ സ്കൂട്ടറിൽ ശരത്ത് അങ്ങോട്ടേക്ക് വന്നു. സച്ചി രേവതിയിട്ട് ആകങ്ങനെ തല്ലുന്നതൊക്കെ കണ്ട് ശരത്തിനങ്ങ് കലിപ്പ് കയറി. അവൻ വേഗം തന്നെ വണ്ടി നിർത്തി ഓടി വന്ന് സച്ചിയെ പിടിച്ചു മാറ്റി. നിങ്ങൾക്ക് നാണമില്ലേ എൻ്റെ ചേച്ചിയെ ഇങ്ങനെയിട്ട് അടിക്കാനെന്നൊക്കെ പറഞ്ഞ് അവൻ സച്ചിയെ കുറേയധികം ചീത്ത പറഞ്ഞു. സച്ചി അവനെ എടുത്തിട്ട് എറിഞ്ഞു നേരെ പ്രിൻസിപ്പളുടെ മുന്നിലേക്ക് അങ്ങ് കൊണ്ടുവരികയാണ്. പ്രിൻസിപ്പൾ ചോദിക്കുന്നുണ്ട്, നീ ശരത്തല്ലേ എന്ന്. അപ്പോൾ ശരത്ത് തൻ്റെ സങ്കടം പറയണേ. സർ, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പണിക്ക് പോകുന്നത്. ഈ കള്ളുകുടിയൻ എൻ്റെ ചേച്ചി എപ്പോഴും അടിക്കും. സാർ ഇത്രയൊക്കെ കണ്ടിട്ടും പോലീസിനെ വിളിച്ചു. സച്ചി വീണ്ടും അഭിനയിച്ചുകൊണ്ട് തന്നെ രേവതിയെ തല്ലാൻ ചെല്ലുമ്പോഴേക്കും പ്രിൻസിപ്പളിന് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ശരത്ത് തൻ്റെ സാഹചര്യം സാറിനോട് വിവരിക്കുമ്പോൾ രേവതിയും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സർ, ഇവൻ എനിക്ക് വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത്, ഇവൻ്റെ ഭാവി നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് രേവതി കരയും. പ്രിൻസിപ്പൾ ആകെ ആലോചനയിലായി. ശരത്തിൻ്റെ അവസ്ഥ കണ്ടുകൊടുത്ത് പ്രിൻസിപ്പളിനും ആകെ സങ്കടം വരികയാണ്. പ്രിൻസിപ്പളിൻ്റെ മനസ്സലിയിക്കാൻ സച്ചിയും രേവതിയും കൂടി മെനഞ്ഞ ആ ഒരു നാടകം അപ്രതീക്ഷിതമായി പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ശരത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സച്ചി നടത്തിയ ആ ഒരു മദ്യപാന അഭിനയം ശരിക്കും ഒരു പുലിവാലായി മാറുകയാണ്. പ്രിൻസിപ്പൾ വിളിച്ചതനുസരിച്ച് പോലീസ് ജീപ്പ് സൈറൺ മുഴുകി അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. സച്ചി അപ്പോഴേക്കും അഭിനയം നിർത്താതെ തന്നെ തുടർന്നു. എൻ്റെ പെണ്ണിനെ തല്ലാൻ എനിക്ക് പോലീസുകാരുടെ സമ്മതം വേണോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ആക്രോശിക്കാണ് സച്ചി. എന്നാൽ പോലീസ് അവനെ ബലമായി തന്നെ ജീപ്പിലേക്ക് പിടിച്ചു കയറ്റാൻ നോക്കുമ്പോൾ സച്ചി ശരിക്കും അങ്ങ് പേടിച്ചു. രേവതിയുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. അവൾ പതുക്കെ സച്ചിയുടെ ചെവിയിൽ വന്ന് പറയുന്നത്, സച്ചിയേട്ടാ കളി കൈവിട്ടു പോയല്ലോ, ഇനി സത്യം പറയാം. പക്ഷേ സച്ചി കണ്ണുകൊണ്ട് അവളെ വിലക്കി. പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ ഈ ഒരു നാടകം പൊളിഞ്ഞു കഴിഞ്ഞാൽ ശരത്തിൻ്റെ പ്രതീക്ഷകൾ എന്നേക്കുമായി അവസാനിക്കുമെന്ന് അവനറിയാമായിരുന്നു. ശരത്ത് കരഞ്ഞുകൊണ്ട് പ്രിൻസിപ്പളിൻ്റെ കാല് പിടിച്ചു. സർ, എൻ്റെ അളിയനെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചേച്ചി ഒറ്റക്കായിരിക്കും. അയാൾക്ക് പെട്ടെന്ന് ഒരു അബദ്ധം പറ്റിയതാണ്. ശരത്തിൻ്റെ നിഷ്കളങ്കമായ ആ വാക്കുകളും തൻ്റെ മകൾ അനുഭവിച്ച അതേ വേദന രേവതിയുടെ മുഖത്ത് കണ്ടതോടുകൂടി പ്രിൻസിപ്പളിനെ ആകെ തളർത്തിക്കളഞ്ഞു. മദ്യപാനത്തിനോട് തനിക്ക് വെറുപ്പാണ് എങ്കിലും ഈ കുടുംബത്തിൻ്റെ ദാരിദ്ര്യവും സ്നേഹവുമാണ് ശരത്തിനെ ജോലിക്ക് പോകാൻ പ്രേരിപ്പിച്ചത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു.
പ്രിൻസിപ്പൽ ഉടനെ തന്നെ പോലീസുകാരനോട് പറയുന്നുണ്ട്, ഇതൊരു കുടുംബ വഴക്കാണ്, ഞാനിത് സംസാരിച്ച് തീർത്തോളാമെന്ന് പറയും. കേസൊന്നും എടുക്കണ്ട. പോലീസ് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശരത്തിനോട് പറയുന്നുണ്ട്, നീ നാളെ കോളേജിൽ വരണം, നിന്റെ അറ്റൻഡൻസൊക്കെ ഞാൻ ശരിയാക്കി തരാം, പക്ഷേ നിന്റെ അളിയൻ ഇത് ഇന്നത്തോടെ നിർത്തണമെന്നൊക്കെ പറയും. പിന്നീട് ഇതേ സമയത്തിന് ഷോപ്പിൽ ആനന്ദ് പറഞ്ഞ ബോംബെ കമ്പനിയുടെ പ്രതിനിധികൾ സുധിയെ കാണാൻ വേണ്ടി എത്തി. സുധി ആകെ സന്തോഷത്തിലായിരിക്കും. എന്നാൽ അവർ മുന്നോട്ട് വെച്ച ആ ഒരു കണ്ടീഷൻ കേട്ട് സുധി ഒന്ന് ഞെട്ടിപ്പോയി. തങ്ങളുടെ കമ്പനിയുമായി പാർട്ട്ണർഷിപ്പ് വേണമെങ്കിൽ സുധിയുടെ കടയുടെ ഒരു ഭാഗം ലോട്ടറി അടിച്ച് ആ ഒരു പഴയ കസ്റ്റമർക്ക് വിട്ടു നൽകണം എന്നതായിരുന്നു അത്. ഭാഗ്യം എപ്പോഴും സുധിയെ വിട്ടുപോകുന്നത് പോലെ അയാൾക്ക് തോന്നി. തൻ്റെ ശത്രുവിനെ തന്നെ കൂടെ നിർത്തേണ്ടി വന്ന സുധിയുടെ ഗതികേട് അവന് ചിരിയും ചിന്തയും പടർത്തി. പിന്നെ രാത്രി വീട്ടിലേക്കെത്തിയ സച്ചി താൻ ശരിക്കും കള്ള് കുടിച്ചിട്ടില്ലെന്ന് ശരത്തിനോട് വെളിപ്പെടുത്തി. ശരത്ത് അത്ഭുതത്തോടെയും സ്നേഹത്തോടെയും സച്ചിയെ അത് നോക്കി കെട്ടിപ്പിടിച്ചു. പ്രിൻസിപ്പൽ ശരത്തിനെ തിരികെ എടുക്കാൻ വേണ്ടി സമ്മതിപ്പിച്ച സന്തോഷത്തിൽ വീട്ടിൽ ചെറിയൊരു ആഘോഷം തന്നെ നടന്നിരുന്നു. എന്നാൽ സച്ചിയുടെ അമ്മ ചന്ദ്രമതി ഈ ഒരു നാടകത്തെക്കുറിച്ച് അറിയുകയും സച്ചി ശരിക്കും കള്ളു കുടിക്ക് വീണ്ടും ആരംഭിച്ചോ എന്നൊക്കെ സംശയിച്ചുകൊണ്ട് തന്നെ വീട്ടിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. കൂടാതെ തന്നെ സച്ചിയുടെ എതിരാളികൾ ഈ നാടകത്തിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടെന്നും അത് സോഷ്യൽ മീഡിയയിലിട്ട് സച്ചിയെ അപമാനിക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ള സൂചനയോടുകൂടി തന്നെ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ പിന്നീട് വരാൻ പോകുന്നത്. സച്ചിയുടെ കോളേജ് പ്രവേശനം ഉടനെ തന്നെ നടക്കുമോ, അതോ ഈ ഒരു വീഡിയോ സച്ചിയുടെ ശത്രുക്കളെല്ലാം എടുത്തിരിക്കുന്ന ഈ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നതോടുകൂടി തന്നെ ആ വീഡിയോ പ്രിൻസിപ്പൽ കണ്ട് കാര്യങ്ങളൊക്കെ വീണ്ടും വഷളാവുമോ എന്നൊക്കെ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.